സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ പറുദീസയുമായി അന്ന ഫുട്വെയർ ആൻഡ് സ്പോർട്സ്. കനറ ബാങ്കിന് എതിർവശം, മെയിൻ റോഡ്, ചേലക്കര. ജനങ്ങളില്ലാണ്ട് ഈ അവിടെ തലസ്ഥാനത്ത് അവിടെ ഇവിടെ ഒന്നും പോയി ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ജനങ്ങളെ സേവിക്കുക, അവരുടെ ആവശ്യങ്ങൾ 100% നിറവേറ്റാൻ ആർക്കും പറ്റില്ല. അപ്പോൾ ഏതാണ് അത്യാവശ്യ കാര്യങ്ങൾ നടത്തി കൊടുക്കുക, മനസ്സിലായിട്ടില്ലേ? അതാണ് ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം. വോട്ടിന് മാത്രം വന്നാൽ പോരാ. ഇപ്പോൾ ജീവിക്കാൻ വഴിയില്ലാത്തൊരവസ്ഥയിലാണ് ജനം. ഇന്ന് കേരളത്തിലെ ജനങ്ങൾ ജീവിക്കാൻ വഴിയില്ലാത്തൊരവസ്ഥയിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാറി വരണം. അതിന് നല്ല ഭരണാധികാരികൾ വരണം. അതാരായാലും ശരി, തോറ്റാലും ജയിച്ചാലും. ഈ ജയം എവിടെയാണ്? നമ്മുടെ പ്രവൃത്തി മൂലമാണ് ശ്രീ. അപ്പോൾ നാളെ നമ്മളവരെ കാണണമെങ്കിൽ നമ്മുടെ പ്രവർത്തികൾ ഒരു 25% അതിലൊരു ശരി ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും യാതൊരു സംശയമില്ല. അതിൽ ഇവർ കോടികളുടെ കണക്കെഴുതി വയ്ക്കുന്നുണ്ട്. എവിടെ കോടി ഇത്? അവരവരുടെ ബാങ്കുകളിൽ കോടിയുണ്ട്, അവരവരുടെ കുടുംബങ്ങളിൽ കോടിയുണ്ട്, അല്ലാണ്ട് എവിടെയും കോടിയില്ല. ഒരു സാധു കുടുംബത്തിന് അത്യാവശ്യ കാര്യങ്ങൾ നടത്താൻ പോലും ഇവർ തയ്യാറല്ല. ലോകം മുഴുവനും പറഞ്ഞിട്ട് നടക്കുന്നുണ്ട് ശുചിത്വ കേരളം. എവിടെ ശുചിത്വമുള്ള? അവിടെ ആ പേരും പറഞ്ഞ് കുറേ ആൾക്കാർക്ക് ജോലി കൊടുത്തിട്ടുണ്ട്. ആ ജോലിക്ക് വ്യക്തമായിട്ടുള്ള ശമ്പളമില്ല. അപ്പം ആര് ജയിച്ചു വന്നാലും ശരി, ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കണം ആ ഭരണാധികാരി.